ഹായ്, സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന മലയാളം പരീക്ഷകൾക്കൊക്കെ എന്ത് പറ്റി എന്നുള്ള അന്വേഷണത്തിലാണ് കുട്ടികൾ. എന്തായാലും നമ്മൾ ഇപ്പം ഫയർമാൻ പരീക്ഷയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ, നിങ്ങൾക്ക് അറിയാമല്ലേ മക്കളെ, ഇതല്ലേ ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിൽ, എൻ്റെ ഫയർമാൻ ക്ലാസ്സിലെ കുട്ടികൾ പറയും ഇത് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഏതാ? വെൽ പ്ലസ് മാ ഈസ് ഈക്വൽ ടു വെൺമ എന്ന് ഞാൻ പഠിപ്പിച്ചു അല്ലേ. അതായത് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ അറിയാം, ഈ ഒരു ചില്ലക്ഷരമില്ലേ, ഇൽ വരികയും അതേ ചില്ല് വരികയും ഇവിടെ അനുനാസിക അക്ഷരമായ മാ, അനുനാസിക മീൻസ് ലാസ്റ്റ് കിടക്കുന്നത് പ ഭ ബ ഭ മ അല്ലെ, മാ വരികയൊക്കെ ചെയ്താൽ ഈ ഒന്നുകിൽ ഈ ചില്ല് അല്ലെങ്കിൽ ഇതിലെ വർണ്ണമായ എടുക്കാം. മനസ്സിലായോ? പക്ഷെ ഞാൻ ക്ലാസ്സിൽ റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല. ഇങ്ങനെ വെൽ പ്ലസ് മാ വെണ്മ തന്നെയാണ് കുട്ടികളെ പഠിപ്പിച്ചു വിട്ടത്. അത് അങ്ങനെ തന്നെ പഠിച്ചു പോയ മക്കള് വെൽ പ്ലസ് മാ വെണ്മ തന്നെ എഴുതി. പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു ആൻസറും. ക്ലാസ്സിൽ എന്ത് പഠിപ്പിച്ചോ അത് തന്നെയായിരുന്നു ആൻസറും. ഇവിടുത്തെ പ്രശ്നം അതല്ല, ഇതേപോലെ തന്നെയായിരുന്നു നെൽ പ്ലസ് മണിയിലെ. ഇതിനെ PSC ഇത് എടുത്തില്ല, തെറ്റാണെന്ന് പറയുകയും നെല് പ്ലസ് മണിയാണ് നെന്മണി എന്ന് പറയുകയും ചെയ്തു. ഓരോ സമയം ഓരോ ഉത്തരവായിട്ടാണ് PSC വരുന്നത്. നെൽ പ്ലസ് മണി നെന്മണി PSC പറഞ്ഞു. സോ നമുക്ക് അങ്ങോട്ടും പോകാൻ സമ്മതിക്കില്ല, ഇങ്ങോട്ടും പോകാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു ആൻസറാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ക്ലാസ്സിൽ തരുന്നതൊക്കെ തന്നെ പഠിക്കുക, യൂട്യൂബിൽ തരുന്ന തന്നെ പഠിക്കുക. PSC ഏത് വഴിക്കോ പൊക്കോട്ടെ, നമുക്ക് എന്തായാലും ഏറ്റവും ശരിയെന്ന് തോന്നുന്നത് ക്ലാസ്സിൽ തരും. അപ്പോൾ അത് തന്നെ അങ്ങ് പഠിച്ച് പരീക്ഷ എഴുതാതേ ഉള്ളൂ. പക്ഷേ ഒരുപാട് മക്കളുടെ ഒരു ആശങ്കയെന്ന് പറയുന്നത് 10ൽ 10 മലയാളത്തിന് എല്ലാവരും പ്രതീക്ഷിച്ച് പഠിക്കുന്നതെങ്കിലും അവിടെ പോയി കഴിഞ്ഞാലേ ഗുരുവി 7 8 മാർക്കൊക്കെ കിട്ടി ആശ്വസിക്കേണ്ടി വരുന്നു. പലപ്പോഴും നമ്മൾ എഴുതുന്നത് തന്നെ കറക്റ്റ് ആയിരിക്കുമോ? കാരണം PSCയുടെ വാല്യൂഷനിന് എങ്ങനെയാണ്, അവരെന്താണ് ഉത്തരം തരുന്നത്? ഇത് കുറേ നാളായി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശരത്ചന്ദ്രനാണ്, ഇച്ഛ തന്നെയാണ്, മഹച്ചരിതം പോലെ. പക്ഷെ PSC പലപ്പോഴും പല ആൻസർ, ചിലതിൽ ശരശ്ചന്ദ്രൻ, ചിലതിൽ ശരത്ചന്ദ്രൻ, ചിലപ്പോൾ ശരത്ചന്ദ്രൻ, ഡിലീഷനും കൊടുക്കത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നല്ലൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. സൈലം PSCയുടെ യൂട്യൂബ് ചാനലിൽ കഴിയുന്നിടത്തോളം മലയാളം ക്ലാസ്സുകൾ നമ്മുടെ മക്കൾക്കായിട്ട് തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സൈലത്തിലില്ലാത്ത മക്കളുണ്ട്, അവരെ കൂടിയൊക്കെ ഉദ്ദേശിച്ചും, പിന്നെ സൈലത്തിലുള്ളവർക്കാണെങ്കിൽ അവർ പറയും കുറവ് യൂട്യൂബ് ചെയ്യും, അപ്പോൾ നമുക്കത് കാണാമല്ലോ, ഒരു അഡീഷണൽ റിവിഷൻ ആവുമല്ലോ എന്നൊക്കെ. അത്തരത്തിൽ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഫയർമാൻ്റെ ചോദ്യത്തിൽ ഇതുപോലെ ലോഹിതവും താമ്രവും ഉണ്ടായിരുന്നല്ലേ. രണ്ടിൻ്റെ അർത്ഥം ചുമപ്പെന്ന് തന്നെയാണ്. ചെമപ്പെന്ന അല്ലെങ്കിൽ റെഡ് എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. പക്ഷേ ലോഹിതമാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആൻസർ കീയിലും ലോഹിതമാണ് കൊടുത്തത്. പക്ഷെ രണ്ടും വരും എന്നുള്ളതാണ് വാസ്തവം. രണ്ടും റെഡ് എന്നതിൻ്റെ പര്യായമാണ്. 10 ക്വസ്റ്റ്യൻ പ്ലീസ് മര്യാദയ്ക്ക് ഇടണം എന്നാണ് PSCയോട് പറയാനുള്ളത്. നോക്കാം നമുക്ക്. പ്രസംഗവശാൽ എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? പ്രസംഗവശാൽ. അപ്പം ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനായിട്ട് വന്നാൽ പ്രസംഗത്തിനിടയ്ക്ക്, പ്രസംഗത്തിന് മുമ്പേ, പ്രസംഗവശാൽ, സന്ദർഭവശാൽ ഓർ മനഃപൂർവ്വം. സന്ദർഭവശാൽ നമ്മൾ പറയില്ല, ബൈ ചാൻസ് ഞാൻ അവിടെ ചെന്നു സന്ദർഭവശാൽ അവനെ കണ്ടുമുട്ടി എന്നൊക്കെ പറയത്തില്ലേ. അപ്പം അതാണ് സന്ദർഭവശാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാറുവേല ചേർത്തെഴുതിയാൽ എന്താവും എന്ന് ചോദിച്ചാൽ ഞാറ്റുവേല ദ്വിത്വസന്ധിയാണ് വരുന്നത്. ദ്വിത്വമാണ് മക്കളെ. കാരണം അവിടെ ഒരു ഇരട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇരട്ടിച്ച് ഇറ്റാവുകയും പിന്നീട് ഈ ചന്ദ്രകല പോയി ഇറ്റു ആവുകയൊക്കെ ചെയ്യുന്ന ഒരു റൂളാണ് ഞാറ്റുവേല, ആറ്റുവഞ്ചി, കാട്ടുതീ, നാട്ടുരാജാവ്, ആറ്റുമീൻ ഒക്കെ നമുക്ക് പറയാം ഇതുപോലെ. ഇനി കരിയധികം കാറ്, കരിങ്കാറ്, ആഗമ സന്ധി. കരിയധികം ചന്ത, കരിഞ്ചന്ത. എഴുതാം കേട്ടോ. നമ്മൾ യൂട്യൂബ് ക്ലാസ്, സൈലം PSCയുടെ യൂട്യൂബ് ക്ലാസ് ആശ്രയിച്ച് പഠിക്കാൻ ഒരുപാട് മക്കളുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എഴുതാതെ പോകാനൊന്നും തോന്നൂല കേട്ടോ. കരിയധികം ചന്തം, മക്കൾക്ക് ജോലി കിട്ടണ്ടേ. മലയാളത്തിൻ്റെ മാർക്ക് കൂടി ഒരു റാങ്ക് നിശ്ചയിക്കുന്നതിലൊരു പ്രധാന ഘടകമാണ്. കരിചന്ത, കരിഞ്ചന്ത, കരിയധികം കൂവളം അല്ലേ, കരിയിൽ വരുന്നതാണ് ഞാനിപ്പോൾ എഴുതുന്നത്. ചേർത്ത് എഴുതുമ്പോൾ എന്താവും? കരിങ്കൂവളം. ഇതെല്ലാം ആഗമം തന്നെ കേട്ടോ.
ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. കരിചന്ത കരിഞ്ചന്ത, കരി കൂവളം കരിങ്കൂവളം. നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞേ കരിയിൽ വരുന്ന എന്തൊക്കെയുണ്ടെന്ന്. എനിക്ക് കരിങ്കൂവളം കരിഞ്ചന്ത ഞാൻ എഴുതിയില്ലേ. കരിങ്കാലി പറഞ്ഞൂടെ? കരിയധികം കാലി പറയാലോ, എന്താവും? കരിങ്കാലി ആഗമസന്ധിയുടെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ കരിയധികം പന പറഞ്ഞൂടെ? നമുക്ക് ചേർത്ത് എഴുതുമ്പോൾ കരിമ്പനയാവൂലേ? ഈ റൂളിൽ വരുന്നതാണ് എഴുതിയിരിക്കുന്നത്. കരിയധികം കണ്ണ് കരിങ്കണ്ണ്, കരിയധികം കല്ല് കരിങ്കല്ല്, കരിയധികം തണ്ടൻ കരിന്തണ്ടൻ. ആരാ കരിന്തണ്ടൻ? ആരാ കരിന്തണ്ടൻ? വയനാട് ചുരമില്ലേ, ആ ചുരം ഏറ്റവും എളുപ്പത്തിലുള്ള വഴി ചുരം, ഇന്ന് കാണുന്ന വയനാട് ചുരത്തിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയ ആദിവാസി ബാലനാണ് കരിന്തണ്ടൻ. പണ്ടൊരു എഞ്ചിനീയർ ആയിരുന്ന ആള് ഈ കരിന്തണ്ടന്റെ സഹായം തേടുകയും ഇന്ന് വയനാട് നിന്ന് നമുക്ക്, അതായത് മറ്റെവിടെ നിന്നും വയനാട്ടിലേക്ക് എത്താനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് വേ കണ്ടുപിടിച്ച ആളാണ് കരിന്തണ്ടൻ. അങ്ങനെ കണ്ടുപിടിക്കുന്നവർക്ക് വലിയൊരു ഇനാം, ഒരു സമ്മാനമൊക്കെ, പ്രൈസ് മണിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഏതോ ഒരു എഞ്ചിനീയർ കരിന്തണ്ടന്റെ സഹായം തേടി. അപ്പം ആസ് യൂഷ്വൽ ആ ഒരു പ്രൈസ് മണി ചെന്ന് കിട്ടേണ്ടത് പാവം കരിന്തണ്ടനല്ലേ. പക്ഷെ ആ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് കൊല്ലുകയാണ്. പാവം കരിന്തണ്ടനെ കൊന്നു. ആ പൈസ കൊടുക്കാണ്ടൊക്കെ ഇരിക്കാനും, ഇയാളല്ല ഇത് കണ്ടുപിടിച്ചതെന്നുള്ള പേര് പുറത്തു വരാതിരിക്കാൻ, അതായത് ഇയാളാണെന്നുള്ളത് പുറത്തു വരരുത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആ സായിപ്പ് എടുത്തു കേട്ടോ, ആ എഞ്ചിനീയർ എടുത്തു. പാവം. പിന്നീട് ഇങ്ങനെ ഒരു മിത്ത് അവിടെ എല്ലാം നിൽക്കുന്ന ഒരു ഐതിഹ്യമാണ്. ഈ കരിന്തണ്ടന്റെ ആത്മാവാണ് ചങ്ങല മുനീശ്വരൻ എന്ന പേരിൽ അവിടെ കറങ്ങി നടക്കുകയും വയനാട്ടിലേക്ക് ലോഡുമായിട്ട് പോകുന്ന ലോറികളൊക്കെ മറിയാൻ തുടങ്ങുകയൊക്കെ ചെയ്തു അത്രേ. വാഹനങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് മറിയാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഒരു വൃക്ഷത്തിൽ, നിങ്ങളിപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ചങ്ങല മുനീശ്വരന്റെ അമ്പലം കാണാൻ പറ്റും. അതിലൊരു ചങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് അവിടെ കരിന്തണ്ടന്റെ ആത്മാവിനെ ആവാഹിച്ചു അത്രേ. എനിക്കിഷ്ടമാണ് ഈ കഥകളൊക്കെ കേൾക്കാൻ. ഇതിൽ എത്രത്തോളം യുക്തിയുണ്ട് അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം ശാസ്ത്രീയ വശമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള പഴങ്കഥകൾ കേൾക്കാനും എൻ്റെ മക്കൾക്ക്, ക്ലാസ്സിലെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്കും ഇഷ്ടമാണ്. കരിന്തണ്ടൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ കഥ പറയൂ ഗുർവി എന്ന് പറയും. ഫ്രസ്ട്രേഷനായിട്ടിരുന്ന് പഠിക്കണല്ലേ. അപ്പോൾ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെ പഠിച്ചിട്ട്, മാത്സൊക്കെ പഠിച്ചിട്ട് റിലാക്സ് ആയിട്ട് പഠിക്കാൻ പറ്റണം മലയാളം. ഇടയ്ക്ക് കുഞ്ഞു കഥകളൊക്കെ ഇതുപോലെ ഞാൻ പറഞ്ഞു കൊടുക്കും. യക്ഷണിയുടെയും പ്രേതത്തിൻ്റെയും ഗന്ധർവൻ്റെയും ഒക്കെ കഥ കേൾക്കാൻ മക്കൾക്ക് ഇഷ്ടമാണ്. എനിക്ക് പറഞ്ഞു കൊടുക്കാനും ഇഷ്ടമാണ്. കരിന്തണ്ടൻ്റെ കഥ യൂട്യൂബിൽ മക്കൾക്ക് ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ കരിയധികം പന കരിമ്പന കിടക്കട്ടെ, പാവം നമ്മുടെ കരിന്തണ്ടൻ അല്ലേ. അന്ന് കിട്ടാത്ത പ്രശസ്തി സൈലം PSCയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലൂടെ കിട്ടട്ടെ. കരിയധികം തണ്ടൻ കരിന്തണ്ടൻ കിടന്നോട്ടെ. ആഗമസന്ധിയുടെ റൂളാണിത് അല്ലേ. യെസ്, അതായത് കരിയിൽ തുടങ്ങുകയും ചേർത്തെഴുതുമ്പോൾ ഇങ്ക, ഇഞ്ച, ഇന്ത, ഇമ്പ വരികയും ചെയ്താൽ ആഗമ സന്ധി. ഇങ്ങനെ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ, കരിയിൽ തുടങ്ങുകയും ചേർത്തെഴുതുമ്പോൾ ഇങ്ക, ഇഞ്ച, ഇന്ത, ഇമ്പ ഇതിലേതെങ്കിലും ഒന്ന് വരികയും ചെയ്താൽ ആഗമസന്ധി. കരിഞ്ചന്ത, കരിങ്കൂവളം, കരിങ്കാലി, കരിമ്പന, കരിന്തണ്ടൻ, കരിന്തേള്. ഇന്ത വച്ചിട്ട് കിട്ടിയില്ലല്ലോ അല്ലേ. അപ്പൊ കരിന്തണ്ടൻ കിട്ടിയല്ലോ ഇന്ത വെച്ചിട്ട്. അങ്ങനെയാണ് ഇഞ്ചയും കിട്ടി അല്ലേ, കരിഞ്ചന്ത കിട്ടി. അപ്പോൾ ഇതാണ് ആഗമസന്ധിയുടെ ഒരു റൂള്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിർവചിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥത്തിൽ ഒറ്റപ്പദം എന്താണ്? ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ, നിങ്ങളോട് വളരെ സ്നേഹം, നിങ്ങൾക്ക് അയാളോട് ഭയങ്കര സ്നേഹം, അയാൾക്ക് നിങ്ങളോടും ഭയങ്കര സ്നേഹം. അപ്പം നമ്മൾ എങ്ങനെ പറയും? എനിക്ക് നിന്നോടുള്ള സ്നേഹം എന്താണ്? അനിർവചനീയമാണ് പ്രിയേ, അനിർവചനീയം. അങ്ങനെയൊക്കെ അങ്ങോട്ട് പറയണം, എന്നല്ലേ കുട്ടികൾ ഇഷ്ടപ്പെടുള്ളൂ. അനിർവചനീയം, നിർവചിക്കാൻ പറ്റാത്തത് അനിർവചനീയം. ഇനി നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ സക്സസ് മീറ്റിന് വിളിക്കൂലേ, അന്നേരം നിങ്ങൾ സ്റ്റേജിൽ കയറി പറയണം, എനിക്ക് മലയാളമൊക്കെ സെറ്റാക്കി തന്നത് ഗുർവിയാണ്, ഗുർവിയോടുള്ള എൻ്റെ നന്ദി വാചാമഗോചരമാണ്. എന്ത് പറയും നിങ്ങൾ? ഗുർവിയോടുള്ള ഞങ്ങളുടെ നന്ദി വാചാമഗോചരമാണ് എന്ന് പറയണം. വാചാമഗോചരം എന്ന് പറഞ്ഞാൽ വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അച്ഛനും അമ്മയോടുള്ള കടപ്പാടൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ. അപ്പം നമ്മൾ പറയില്ലേ, മാതാപിതാക്കളോടുള്ള നന്ദി വാചാമഗോചരമാണ്, വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഏതോ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ഇല്ലേ, നന്ദി ചൊല്ലി തീർക്കുവാനീ വാക്കുകൾ പോരാ അല്ലേ. ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്.
അപ്പൊ അത് അങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യത്തിനെയാണ് വാചാമ ഗോചരം എന്ന് പറയുന്നത്. ആ വാച്യവും അങ്ങനെ തന്നെ, വാക്കുകളാൽ പറയാൻ പറ്റാത്തത് കേട്ടോ. അത്യാകർഷകം എന്ന് പറഞ്ഞാൽ വളരെയേറെ ആകർഷിക്കപ്പെടുന്നത് അത്യാകർഷകം. ഓക്കെ അല്ലേ? ശരിയല്ലാത്ത പദമേതാ? പീഡ ശരിയാണ്, ക്രീഡ ശരിയാണ്, പ്രൗഢം ശരിയാണ്, ആഡംബരം ഇങ്ങനെയല്ല എഴുതുന്നത്. ആഡംബരം എന്ന് മതി, ചുറ്റിക്കെട്ടൊന്നും വേണ്ട. അപ്പൊ ചുറ്റിക്കെട്ടില്ലാതെ ആഡംബരം എഴുതണം അല്ലേ? കോഡ് എന്ത് പറയാം? നമ്മൾ അടുത്തിരിക്കുന്ന കുട്ടിയോട് പറയണം, നിന്റെ ചുറ്റിക്കെട്ടിയ ആഡംബരം ഒന്നും എന്നോട് വേണ്ട കേട്ടോ, നീ ആഡംബരം കാണിച്ചോ, നിന്റെ ചുറ്റിക്കെട്ടിയ ആഡംബരം എന്നോട് വേണ്ട, അങ്ങനെ അങ്ങോട്ട് പറയണം. ബാലാതപം എന്നാൽ എന്താ? ആതപം എന്ന് പറഞ്ഞാൽ എന്താണ്? ആതപം വെയിലെന്നും ചൂടെന്നും അർത്ഥമുണ്ട്. വെയിൽ ആൻഡ് ചൂട്. അപ്പൊ ബാലാതപം എന്ന് പറഞ്ഞാൽ ഇളം വെയിൽ എന്ന് പറയാം. ഇളം വെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലാതപം. വാഗ് അധികം മയമാണ് എന്തായി മാറുന്നത്? വാങ്മയം. അപ്പൊ എന്തുകൊണ്ട് വാ ഗ ആയില്ല എന്ന് ചോദിച്ചാല് ഈ ക ഇവിടെ വരികയും ഇവിടെ അനുനാസിക അക്ഷരമായ അനുനാസിക അല്ലെ, അനുനാസിക മീൻസ് അവസാനം കിടക്കുന്നതാണ് പ ഫ ബ ഫ മ. അപ്പൊ ഇവിടെ മായും വന്നു കഴിഞ്ഞാൽ ഈ കായുടെ അനുനാസികമായ ങ വരും. ക ഖ ഗ ഖ ങയല്ലേ? അപ്പൊ ചേർത്ത് എഴുതുമ്പോ എന്താവും? വാങ്മയം. ഇതുപോലൊരു പരീക്ഷയ്ക്ക് ദിങ്നാഗൻ ചോദിച്ചിരുന്നു. ദിഗ് അധികം നാഗൻ അല്ലെ? ചേർത്ത് എഴുതുമ്പോ ഇവിടെ ന അനുനാസികം അല്ലേ? താ ഥ ദ ഥ ന അങ്ങറ്റല്ലേ കിടക്കണേ? അപ്പൊ കായുടെ അനുനാസികമായ ങ വരും. ചേർത്ത് എഴുതുമ്പോ എന്താവും? ദിങ്നാഗൻ. സെറ്റല്ലേ? ഓക്കെ. അപ്പോ തപ്ത അനിലൻ എന്നാൽ എന്താണ്? എപ്പോഴും PSC ചോദിക്കുന്നത് ക്ലീശയാണ്, പക്ഷെ റിപ്പീറ്റുമാണ്. അനിലൻ എന്താ? കാറ്റ് അല്ലെ? അനലൻ എന്താ? അനലൻ. അനലൻ എന്ന് പറഞ്ഞാൽ തീയാണ് അല്ലെ? യെസ്. അപ്പൊ ഇവിടെ തപ്തം ചൂടുള്ളതോ? യെസ്. അപ്പൊ ചൂട് കാറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് തപ്ത അനിലൻ ഉപയോഗിക്കുന്നത്. ഇനി തപ്ത അനലനായിരുന്നെങ്കിൽ ചൂട് തീയ് എന്നായനെ. സംഗീതധാര എന്നാൽ എന്ത്? ആഗമസന്ധിയാണോ, ആദേശസന്ധിയാണോ, ലോപസന്ധിയാണോ, ദ്വിത്വസന്ധിയാണോ? ലോപസന്ധി കൊടുക്കാം. കാരണം സംഗീതം പ്ലസ് ധാരയാണ് സംഗീതധാര. അനുസ്വാരം അങ്ങ് ലോപിക്കും. ഓക്കെ. നിലാവൊളി പിരിച്ചാൽ, ഒളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളി മീൻസ് ശോഭ അല്ലെങ്കിൽ കാന്തി എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? അപ്പൊ നിലാവിന്റെ ഒളി. അപ്പോഴാണ് നിലാവിന്റെ ഒളി എന്ന് നിങ്ങളെ പഠിപ്പിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. പാട്ട് നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ. ഞാനിങ്ങനെ പാടുമ്പോഴേ എനിക്ക് നാണം വരൂല. കാരണം ഞാൻ ട്യൂണൊക്കെ തെറ്റിച്ചാണ് പാടണം. എൻ്റെ മക്കളൊക്കെ നന്നായിട്ട് പാടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പാടുമ്പം നിങ്ങൾ അവിടെ ഇരുന്നത് നന്നായി പാടണം. അപ്പം സെറ്റാവും. ഇങ്ങനെ പാടി പാടി പറഞ്ഞ് പഠിച്ചാൽ മതി. അപ്പം നമുക്ക് ബോറടിക്കത്തില്ല. പര്യായമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പാട്ടിലൂടെ പാടി പഠിക്കണം കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ പര്യായം താമര എന്താണ് താമര എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എന്താണ് താമരയുടെ പര്യായം പറയൂ, എനിക്ക് പറഞ്ഞു. താമരയുടെ പര്യായം എന്താ? രാജീവം, സാരസം, അബ്ജം, അംബോജം, അർണവം, അമ്പുതം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ബോറടിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പാടണം. വാ 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 സാരസ പെണ്ണേ നീയൻ രാജീവമല്ലേ കൂടെ കളിക്കാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടിക്കൊരു അംബോജമാകാൻ വാ, അംബുജമാകാൻ വാ, അർണോജമാകാൻ വാ, കജ്ജമാകാൻ വാ. സൂപ്പർ അല്ലേ? അങ്ങനെ 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 പാടി പഠിച്ചാൽ മതി. അപ്പം നമ്മൾ മറക്കത്തില്ല. അപ്പോൾ താമരയുടെ പര്യായമാണ് സാരസം, അതുപോലെ തന്നെ രാജീവം, അംബുജം, അംഭോജം, അർണോജം, കജ്ജം. കണ്ടോ? 6 പര്യായം നമ്മൾ എത്ര പെട്ടെന്ന് ഒരു ടെൻഷനും ഇല്ലാതെ പഠിച്ചു. ഒന്നുകൂടെ പാടണോ? ഒന്നുകൂടെ പാടിയ സെറ്റാവോ? വാ വാ സാരസ പെണ്ണേ നീയൻ രാജീവമല്ലേ കൂടെ കളിക്കാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടിക്കൊരു അംഭോജമാകാൻ വാ, അർണോജമാകാൻ വാ, അബ്ജമാകാൻ വാ. ഏതോ ഒരെണ്ണം പോയായിരുന്നേ, അത് കുഴപ്പമില്ല. ആദ്യം പാടിയതിൽ 6 ഉണ്ട്, ഇപ്പൊ പാടിയതിൽ 5 ഉള്ളൂ. കുഴപ്പമില്ല. അംബുജം, അംഭോജം, അർണോജം, അബ്ജം അങ്ങനെ അങ്ങ് എടുത്തോണ്ടാ മതി. പിന്നെയും ചേർക്കാം നമുക്കത്. വീണ്ടും ഇരുന്നോട്ട് വാ വാ വിളിച്ചിട്ട് ചേർക്കാം. എന്താ?
നളിനമാകാൻ വാ, പങ്കജമാകാൻ വാ, വാരിജമാകാൻ വാ, നീരജമാകാൻ വാ. സൂപ്പർ അല്ലേ? അങ്ങനെ അങ്ങനെ നമുക്ക് താമരയുടെ മുഴുവൻ പര്യായവും സെറ്റാക്കാം. നല്ല രസമാണ്. ഞാൻ ഇനി ഒരു യൂട്യൂബ് ക്ലാസ്സിൽ കുറേ പാട്ട് ഇതുപോലെ കുതിരയൊക്കെ PSC ഇട്ട് പണിയുന്നുണ്ട് നമുക്ക്. അപ്പോൾ കുതിര, പിന്നെന്താ കുറേ നിറങ്ങൾ. ഇപ്പം ചുവപ്പ് ചോദിച്ചില്ലേ, ഇന്ന് ചുവപ്പ് ചോദിച്ച് PSC നാളെ പച്ചയും മഞ്ഞയും ചോദിക്കും. അപ്പം നിറമൊക്കെ വെച്ചിട്ടൊരു പാട്ട് സെറ്റാക്കട്ടെ. ഓക്കെ. അപ്പം നിലാവൊളി എന്ന് പറഞ്ഞാൽ എങ്ങനെ പിരിക്കാം? നിലാവിൻ്റെ ഒളിയല്ലേ? ഇത് നമ്മൾ വിഗ്രഹിക്കുകയാണെങ്കിൽ നിലാവിൻ്റെ ഒളി, തൽപുരുഷനാണ്. നിലാവിൻ്റെ ഒളിന്ന് പിരിക്കും. അതായത് നിലാവ് പ്ലസ് ഒളി. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നു. നമ്മുടെ സൈലം PSCയിൽ ഡിഗ്രി ലെവൽ ഫൗണ്ടേഷൻ ബാച്ച് 2.0 എന്ന പേരിൽ ഒരു ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. വെറും 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് 1 ഇയർ വാലിഡിറ്റി ഉള്ള ഒരു ബാച്ചാണിത്. മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും കറണ്ട് അഫെയർ ആയാലും മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആയാലും അടുത്ത ഒരു സീരിയസ് ആയിട്ട് ഒരു ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിലിരുന്ന് ബേസ് മുതൽ എൻഡ് വരെ ഏറ്റവും ഭംഗിയായി പഠിക്കുകയും സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് സൈലം ഫാക്കൽറ്റീസിൻ്റെ പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലിരിക്കും. നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്തി പഠിപ്പിക്കുകയൊന്നുമില്ല, റിലാക്സ് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ച് നമുക്കൊരു ഡിഗ്രി ലെവലിൽ പൂർണ്ണമായും സെറ്റാക്കി എടുത്തുകൊണ്ട് പോയി അടുത്തൊരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് 80, 85, 90 റേഞ്ചിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തുടക്കം മുതൽ പഠിച്ചു പോകാനായിട്ട് ഈ ഒരു ഡിഗ്രി ലെവൽ ബാച്ച് നിങ്ങളെ സഹായിക്കും. ഇതൊരു ഫൗണ്ടേഷൻ ബാച്ചാണ്. അതായത് ഏറ്റവും സീരിയസ് ആയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികളെ പ്രിപ്പയർ ആക്കി വിടുന്ന ഒരു ബാച്ചാണിത്. മോക്ക് ടെസ്റ്റുകൾ, മെൻറ്റർ സപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പം പങ്ക്ച്വലായിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് വരും അല്ലേ? പിന്നെ ലൈവ് ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ സ്പോട്ടിൽ നിങ്ങൾക്ക് അധ്യാപകരെടുത്ത് നിങ്ങളെ ഡൗട്ടുകൾ ചോദിക്കാമെന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എല്ലാ ഫാക്കൽറ്റീസിനും സൈലം ബേസ്ഡ് തന്നെ ടെലഗ്രാം ചാനലുണ്ട്. അതിനകത്തൂടെ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം. ക്ലാസ് ലൈവാണ്, റെക്കോർഡ് ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ ലൈവിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഏറ്റവും മിതമായ ഒരു ഫീസ് നിരക്കിൽ ഒരു വർഷം ഭംഗിയായി പഠിച്ചെടുത്ത്, ഡെയിലി ക്ലാസ്സുകളുണ്ടാവും, ഭംഗിയായി പഠിച്ചെടുത്ത് ഡിഗ്രി ലെവൽ സിലബസ് ഫുള്ള് തറവാക്കാനായിട്ട് പറ്റും. അപ്പം ഞാനും അതിനകത്ത് മലയാളം പഠിപ്പിക്കാനുണ്ട്. നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. ഓക്കെ, വരൂ, നമുക്ക് പഠിച്ചൊന്ന് സെറ്റാക്കാം. സെറ്റ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇപ്പം വന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തുക. പെൺകുട്ടികൾ, നദികൾ, ഭാര്യമാർ, മക്കളാണ്. അലിംഗ ബഹുവചനം മക്കളാണ്. ഒരു കോമൺ ഗ്രൂപ്പാണ് വരുന്നത് അല്ലേ? പെൺകുട്ടികൾ സലിംഗം, നദികൾ നപുംസകമായതുകൊണ്ട് എന്ത് വരും? സലിംഗം വരും. ഭാര്യമാർ സലിംഗ ബഹുവചനം. നമുക്ക് ജെൻഡർ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് സലിംഗം, പറ്റാത്തത് അലിംഗം. ഓക്കെ, ഏകത്വമാണെങ്കിൽ നാനാത്വം എന്ന് നമ്മൾ പഠിച്ചു. ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ്? ഭിക്ഷുക്കി. അത് ഞാൻ പറഞ്ഞു പഠിച്ചു വെക്കണം എന്നല്ലേ? പ്രേമ ഭിക്ഷുക്കി, ഭിക്ഷുക്കി എന്നുള്ള പാട്ട് പാടിയാൽ മതി, അല്ലെങ്കിൽ ചണ്ടാല ഭിക്ഷുക്കി എടുത്താൽ മതി. അഭ്യധികം ഉദയം ചേർത്ത് എഴുതുമ്പോൾ അഭ്യുദയം. എന്താ അഭ്യുദയം എന്ന് പറഞ്ഞാൽ അർത്ഥം? നന്മ എന്നാണ്. അഭ്യുദയം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നന്മ. താഴെ തന്നിരിക്കുന്നതിൽ ശുദ്ധരൂപം. ശുദ്ധരൂപം എന്ന് പറഞ്ഞാൽ എന്താ? പദശുദ്ധിയാണ്. പദശുദ്ധി അല്ലെങ്കിൽ ശരിയായ പദം എന്നാണ് അർത്ഥം. ശരിയായ പദം. ഓക്കെ, അധകൃതനാണ് ഇവിടെ ശരി. അതിഥി ഇങ്ങനെയല്ല എഴുതുന്നത്, ഇങ്ങനെയാണ്. ഗ്രഹസ്ഥൻ ഇങ്ങനെയല്ല, ഗൃ ആണ് ഗൃഹസ്ഥൻ. ഓക്കെ അല്ലേ? ഇനി ദുഗ്ധം ഇങ്ങനെയല്ല, ദു ഗ ഞാൻ മറിച്ചിട്ട ധായോ, അല്ലെങ്കിൽ ഇങ്ങനെയും ദുഗ്ധം എന്ന് എഴുതാം. ബുദ്ധി എന്ന് എഴുതുന്നില്ലേ, അതുപോലെ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഒന്നാമനായി ഗണിക്കപ്പെട്ടവൻ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? അഗ്രഗണ്യനാണ്. അഗ്രഗണ്യൻ മീൻസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യം കൊടുക്കുന്ന ആളിനെയാണ് നമ്മൾ അഗ്രഗണ്യൻ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പക്ഷപാതപരമായ പെരുമാറ്റം എന്ന ആശയം വരുന്ന ശൈലി ഏതാണ്? ചിറ്റമ്മ നയമാണ്. അസുരവിത്ത് നാശകാരി എന്നുള്ള അർത്ഥം വരും. ദോഷൈകതൃക്ക് എന്തിലും ദോഷം മാത്രം കാണുന്നവൻ, എല്ലാ കാര്യങ്ങളിലും ദോഷം മാത്രം കാണുന്നവൻ എന്നുള്ള അർത്ഥം. ഇത്തിൽ കണ്ണി എന്താണ്? പറ്റിച്ചേർന്ന് നിൽക്കുന്നവൻ. നമ്മുടെ അനുവാദമൊന്നുമില്ലാതെ നമ്മളെ കൂടെ ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുന്നവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. അദ്രി എന്ന പദത്തിന്റെ സമാന പദമാണ് പർവ്വതം, ശൈലം, ഗിരി അല്ലേ? അച്ചലം എന്ന് പറയും മക്കളെ. എന്താ? അച്ചലം എന്ന് പറയും, ഗിരി എന്ന് പറയും. അതുപോലെ സഹ്യാദ്രിയൊക്കെ ഓർത്താൽ മതിയല്ലോ. പിന്നെന്താ? ശൈലം പറയും.
ശൈലം ഒക്കെ പർവ്വതത്തിന്റെ പര്യായമാണ്. അഗ്നി എന്ന പദത്തിന് പര്യായമായി വരുന്നത് അനലനും വഹിനിയാണ്. ഇതാണെങ്കിലോ വെള്ളമാണ്, വെള്ളം. അതുപോലെ ഇത് കാറ്റാണ്. അതുപോലെ ഇത് മാൻ എന്നുള്ള അർത്ഥവും വരുന്നു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. സുന്ദര ദൃഷ്ടി എന്ന പദം ഘടകങ്ങളാക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? സുന്ദര ദൃഷ്ടി. സുന്ദര ദൃഷ്ടി എന്ന് പറഞ്ഞാൽ സുന്ദരമായ ദൃഷ്ടിയല്ലേ? പക്ഷേ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവും മക്കളെ, ക്യാൻസൽ ആവും. കാരണം സുന്ദരമായത് ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ഇങ്ങനെ അല്ല. പിന്നെ ഞാൻ പറയുന്നു, പ്ലീസ് PSC 10 ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് നന്നായിട്ടിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് 10ൽ 10 കിട്ടുന്ന രീതിയിൽ കുട്ടികളെ ഒന്ന് സഹായിക്കണം പ്ലീസ്. ഈ ഒരു യൂട്യൂബ് ക്ലാസ് PSC ക്വസ്റ്റ്യൻ പാനലിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒരു അപേക്ഷയാണ്, ഡിലീഷൻ വരാത്ത, കോൺട്രവേഴ്സി വരാത്ത, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നമ്മുടെ വെണ്മ പോലെ വെൽ പ്ലസ് മാന്ന് തന്നെ പഠിപ്പിച്ച, പക്ഷേ അവർ അതേപോലെയല്ല നെൽ പ്ലസ് മണി, നെൽമണി ആൻസർ ആക്കിയില്ല, നെല്മണി ആൻസർ ആക്കി. അപ്പം അതുപോലെ ഒരു ക്വസ്റ്റ്യൻ്റെ റൂള് നിശ്ചയിക്കുമ്പോൾ എല്ലാത്തിലും ആ റൂള് ബാധകമായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ റൂളിൻ്റെ ബാധകമല്ലാത്ത ക്വസ്റ്റ്യൻ ഇടണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും എൻ്റെ ഒന്നും നോക്കാതെ എൻ്റെ ക്ലാസ് പാവം കണ്ണു അടച്ച് കണ്ടുകൊണ്ട് പോയിട്ട് ആൻസർ ചെയ്ത മക്കൾക്ക് സങ്കടമൊന്നുമില്ല. അത് തന്നെ അവർ എഴുതി വെൽ പ്ലസ് മാ. ഓക്കെ, എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് പര്യായത്തിൻ്റെ പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി ഒരു ദിവസം സൈലം PSCയുടെ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.